effectively executing his idea and working closely with stakeholders. Please welcome on the stage Mr. Satish Kumar. നമുക്ക് കുറച്ച് ഫാമിലി ഡേ അവർക്ക് എന്താണ് അച്ഛനോട് പറയാനുള്ളതെന്ന് നമുക്ക് കാണാം. ഞാൻ എൻ്റെ മോനെ കുറിച്ച് രണ്ട് വാക്ക് പറയുകയാണ്. എൻ്റെ മോൻ സൗദി അറേബ്യ പോയിട്ട് 30 കൊല്ലവും 1 മാസവുമായി. അവൻ ഒരുപാട് ത്യാഗം അനുഭവിച്ചാണ് ഇവിടം വരെ എത്തിയത്. അവൻ്റെ കുഞ്ഞുനാളിലാണ് ഒരുപാട് കഷ്ടപ്പെട്ട്, അത്ര കഷ്ടപ്പെട്ട് വന്ന് 18ാമത്തെ വയസ്സിൽ അവൻ അവിടെ വന്ന് കയറി. ഇപ്പം 30 കൊല്ലം വരെ പിടിച്ചു നിന്നു. അവനുണ്ടായിട്ടാണ് എൻ്റെ കുടുംബവും ഞങ്ങളും എല്ലാം രക്ഷപ്പെട്ടത്. അവൻ്റെ കുടുംബവും ജീവിതവും എല്ലാം സൗദി അറേബ്യയാണ്. ആ നല്ല മണ്ണിൽ ചെന്ന് കാല് ചവിട്ടി അവിടെ നിന്ന് അവൻ രക്ഷപ്പെട്ടു. എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും വരാതെ അവിടെ തന്നെ നിർത്തി. ഇനി അവന് നല്ലത് വരുത്തണേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവന് 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. എന്നെ കുഞ്ഞുപോലെ നോക്കും. എന്ത് വേണമെങ്കിലും എനിക്ക് തരും. ഞാൻ പറയണ്ട, അവൻ അറിഞ്ഞെല്ലാം ചെയ്യും. അങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ എനിക്ക് കൂട്ടിനൊരാളിനെ കൂടെ ഏൽപ്പിച്ചിട്ടാണ് അവനവിടെ നിൽക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെ മോൻ ചെയ്തു തരും. ഓരോ തലമായ വയസ്സാകുമ്പോൾ വൃദ്ധസാധനത്തിനും അവിടെ ഇവിടെയൊക്കെ കൊണ്ടിരുന്ന കാലമാണ്. എൻ്റെ കുഞ്ഞ് അങ്ങനല്ല ചെയ്യുന്നത്. അവൻ്റെ മക്കളെ നോക്കുന്ന പോലെ എന്നെ നോക്കുന്നത്. അങ്ങനൊരു ഭാഗ്യം ആ മോനെ പ്രസവിക്കാനും ആ മോനെ വളർത്താനും എനിക്കൊരു ഭാഗ്യം വന്നത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സതീഷ്, എല്ലാ നന്മയും ഐശ്വര്യവും നേരുന്നു. ഒരേ കമ്പനിയിൽ തന്നെ 30 വർഷം സർവീസ് ചെയ്യാൻ കഴിഞ്ഞതിൽ തന്നെ നിന്റെ ആത്മാർത്ഥതയും നിന്റെ സത്യസന്ധതയും ആ കമ്പനിക്ക് മനസ്സിലായിട്ടുണ്ട്. തുടർന്നും അതേ കമ്പനിയിൽ ഒരുപാട് നാൾ വീണ്ടും സർവീസ് ചെയ്യാനുള്ള ദൈവാനുഗ്രഹം നിനക്കുണ്ടാകട്ടെ. അതിനുവേണ്ടി ഞാനും എൻ്റെ കുടുംബവും നിന്റെ കുടുംബത്തിനും നിനക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോനെ സതീഷ്, നിന്റെ കുടുംബത്തിനും നിനക്കും നന്മകൾ നേരുന്നു. സതീഷിന്റെയും കുടുംബത്തിന്റെയും മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും. ഹായ് ചേട്ടാ, ഹാർഡ്ലി കൺഗ്രാലേഷൻ. 30 വർഷം പ്രവാസ ജീവിതം പൂർത്തിയാക്കി. അതുപോലെ 25 വർഷം ദാമ്പത്യ ജീവിതം പൂർത്തിയാക്കി. രണ്ടും ചേട്ടൻ ഒരുപോലെ തന്നെ കൊണ്ടുപോയി. മുന്നോട്ട് ഇതുപോലെ തന്നെ ചേട്ടൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജോലി ചെയ്യുവാനും നന്നായി ജീവിക്കുവാനും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് വിശ്വസിച്ചുണ്ട്. ലവ് യു സോ മച്ച്. ഹായ് അച്ഛാ, 30 years ഇൻ സൗദി അറേബ്യ. എനിക്കിപ്പോൾ 23 വയസ്സ്. അപ്പം അച്ഛൻ സൗദി അറേബ്യയിൽ വന്നത് 18 വയസ്സിൽ. അപ്പോൾ എനിക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ അച്ഛൻ എന്തൊക്കെ സ്ട്രഗിൾസ് ചെയ്താണ് ഈ ഒരു നിലയിലെത്തിയത്. അച്ഛൻ്റെ സ്വപ്നങ്ങൾ, അച്ഛൻ്റെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ച് കുഞ്ഞുനാളിൽ ഈ സൗദി അറേബ്യയിൽ വന്ന് അച്ഛൻ കഷ്ടപ്പെട്ട് ഈ ഒരു ഫാമിലി ബിൽഡ് ചെയ്ത് ഇത്രയും ഞങ്ങളെ വളർത്തി വലുതാക്കിയ അച്ഛന് ഒരുപാട് താങ്ക് യു ആൻഡ് എ ബിഗ് സല്യൂട്ട്. ഒരുപാട് ഇഷ്ടം അച്ഛൻ. നമുക്ക് എല്ലാവർക്കും അച്ഛന് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനെ തുല്യം സ്നേഹിക്കുന്ന ഒരാളാണ് അച്ഛൻ. നല്ലൊരു മനസ്സിനുടമയ്ക്ക് ഒരുപാട് ആശംസകൾ. ഇനിയും കുറേ വർഷങ്ങൾ സക്സസ്ഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഞാൻ കൂടെ ഉണ്ടാവും അച്ഛൻ്റെ കൂടെ എന്നും എപ്പോഴും. അച്ഛനെ സ്നേഹിക്കുന്ന, അച്ഛനെ ആ ഒരു ഇത് തരുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തപ്പം എനിക്ക് നല്ലോണം മനസ്സിലായി. കാരണം അവർ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി. ഐ ആം സോ പ്രൗഡ് ഓഫ് യു അച്ഛ ആൻഡ് യു ഓൾ ലവ് യു. എന്നെയും പവിയും അമ്മയും അമ്മുമ്മയും ഒരേപോലെ ആർക്കും ഒന്നിനും ഒരു കുറവ് വരാതെ ഞങ്ങൾ ഈ 4 പേരെയും അച്ഛൻ ഒറ്റയ്ക്ക് ഈ ഒരു നിലയിൽ എത്തിക്കണമെങ്കിൽ അത്രയും അച്ഛൻ്റെ ആ ഒരു ഹാർഡ് വർക്കും അച്ഛൻ്റെ ഡെഡിക്കേഷനും അച്ഛൻ്റെ ഫാമിലിയോടുള്ള ഒരു സ്നേഹവും ഒരു കരുതലും എനിക്ക് ഇൻസ്പിറേഷനാണ്. ഞാൻ തന്നെ ഫുള്ളി ഒരു ഫാനാണ് അച്ഛൻ. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. എന്ത് വേണമെങ്കിലും അച്ഛനോട് ഓപ്പണായിട്ട് ഒരു ഫ്രണ്ടിനോട് പറയുന്നത് പോലെ എനിക്ക് പറയാം.
അത് ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഞാനൊരു സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണെങ്കിലും അച്ഛൻ പറയുന്നത് നമുക്ക് വേറൊരു വഴി ഉണ്ടാവും, നമുക്ക് നോക്കാം, നീ ടെൻഷൻ അടിക്കണ്ട. എന്നിട്ട് എപ്പോഴും എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, മോൾ ഓക്കെ ആണോ, ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളല്ലേ കൂടെ, അച്ഛനും അമ്മയും ഉള്ളിടത്തോളം കാലം എന്തിനാണ് മോളെ വിഷമിക്കുന്നത്, ഞങ്ങൾ നോക്കത്തില്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് എന്നെ സ്ട്രോങ് ആക്കിയതും എൻ്റെ അച്ഛനാണ്. എൻ്റെ കാണപ്പെട്ട ദൈവം ആണ് എൻ്റെ അച്ഛൻ ആൻഡ് അമ്മ, ഉറപ്പായിട്ടും. കാരണം എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരിക, ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതെനിക്ക് സാധിച്ചു തരുന്നതും, എൻ്റെ ദുഃഖത്തിലും എൻ്റെ സന്തോഷത്തിലും എൻ്റെ ഹാർഡ് ടൈമിലും എപ്പോഴും എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത 2 വ്യക്തികളാണ് എൻ്റെ അച്ഛനും അമ്മയും. പിന്നെ അച്ഛനെ എനിക്ക് അച്ഛനായിട്ട് കിട്ടിയതിൽ ഒത്തിരി ലക്കിയാണ് ഞാൻ. എപ്പോൾ ഞാൻ അച്ഛനെ പറ്റി പറഞ്ഞാലും എനിക്ക് കരച്ചിൽ വരും. ബിക്കോസ് അത്രയും ഇഷ്ടമാണ് എനിക്ക് അച്ഛനെ. ലിറ്ററലി ഒരു പ്രിൻസസ് ട്രീറ്റ്മെൻറ്റാണ് എനിക്കും എൻ്റെ അനിയത്തിക്കും എൻ്റെ അച്ഛനും അമ്മയും തരുന്നത്. എൻ്റെ ഒരു ആഗ്രഹം ഇതാണ്, ഞങ്ങളെ നോക്കുന്നതിലും 10,000 ഇരട്ടി എനിക്ക് നിങ്ങളെ നോക്കണം, നിങ്ങളെ പൊന്നുപോലെ നോക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും മെയിനായിട്ടൊരു കാര്യം പറയുന്നത്, ഒന്നാമത്തത് ഒരു ജ്യേഷ്ഠൻ ഫാമിലി, അവരുടെയും ഫാമിലി ആയിട്ട് മാറി, അവരുടെ ഒരു എൽഡർ ബ്രദറായിട്ട് മാറി, അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി, ഒരു നല്ല മനുഷ്യൻ, നല്ലൊരു മനസ്സിനുടമ, ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു മനസ്സ്. ഓരോരുത്തരും പറയുന്ന കേട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ചില വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു. കാരണം ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ മകളാവാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ അതിലേറെ സന്തോഷിക്കുന്നു. താങ്ക് യു സോ മച്ച് അച്ഛ ഫോർ ഗിവിംഗ് മീ ദിസ് ബ്യൂട്ടിഫുൾ ലൈഫ്. ഹായ് അച്ഛ, വെരി ബിഗ് കൺഗ്രാറ്റ്സ് ഓൺ യുവർ 30 years ഓഫ് ജേർണി ഇൻ സൗദി അറേബ്യ. അച്ഛൻ്റെ കഷ്ടപ്പാടിൻ്റെ അല്ലെങ്കിൽ ഹാർഡ് വർക്കിൻ്റെ ഒരു സക്സസ് തന്നെയാണ് ഈ ഒരു 30 years അല്ലെങ്കിൽ ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്. എനിക്ക് അച്ഛൻ്റെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ 3 പേരുടെയും കൂടെ ഈ ഒരു മൊമെൻറ്റ് നിങ്ങളുടെ കൂടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തൊരു നല്ല വിഷമമുണ്ട്. പക്ഷെ നാട്ടിൽ വരുമ്പം നമുക്കൊന്നും കൂടി സെലിബ്രേറ്റ് ചെയ്യാം. എനിവേസ് കീപ്പ് അപ്പ് ദ സ്പിരിറ്റ്. ഐ ലവ് യു സോ മച്ച്. പെട്ടെന്ന് നാട്ടിലോട്ട് വാ. ഐ മിസ് യു ഓൾ. എൻ്റെ മരുമോനെ എൻ്റെ മോളെയും മക്കളെയും നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. ഇന്ന് വരെ അതിനൊരു വ്യത്യാസം വന്നിട്ടില്ല. അവന് എപ്പോഴും പിള്ളേരുടെ കൂട്ട് എപ്പോഴും കളിയും ചിരിയും ആണ്. അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ്. എല്ലാ ആളുകൾക്കും അതിന് ഭയങ്കര ഇഷ്ടവും താല്പര്യമാണ്. പിന്നെ എപ്പോഴും ചോദിക്കും ഞാൻ, എന്നെയാണോ ഇഷ്ടം മോളെയാണോ ഇഷ്ടമെന്ന്. എന്നിട്ട് ഞാൻ പറയും, എനിക്ക് എല്ലാവരെയും ഒരേപോലെയാണ് ഇഷ്ടം. എനിക്ക് 2 ആമക്കളുണ്ട്, അവരെ 2നെയും എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ കൊച്ചുമക്കളെ എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ്. എപ്പോഴും ചിരിയും കളിയും ആണ്. ഇന്ന് വരെ അതിനൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. 30 വർഷത്തെ പ്രവാസ ജീവിതം തയ്ക്കുന്ന എൻ്റെ മരുമകന് ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. സൗദി അറേബ്യയിൽ 30 വർഷം പൂർത്തിയാക്കിയതിന് സതീശന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനം. പ്രിയാളിയന് പ്രവാസ ജീവിതത്തിൻ്റെ 30 വർഷങ്ങൾ താണ്ടിയ ഈ വേളയിൽ അളിയന് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആശംസകൾ. പ്രവാസ ജീവിതത്തിൻ്റെ 30 വർഷങ്ങളുടെ ഈ മഹത്തായ കാഴ്ചയിൽ കാലത്തിൻ്റെ കനത്ത കാൽപ്പാടുകൾക്കിടയിൽ നടത്തിയ യാത്രയെ ഞാൻ ആദരിക്കുന്നു. ഈ 30 വർഷങ്ങൾ അളിയൻ സൃഷ്ടിച്ച കാവ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ഓരോ അനുഭവവും ഒരു പുതിയ വരി, ഓരോ വെല്ലുവിളിയും ഒരു പുതിയ അധ്യായം. കഠിനാധ്വാനത്തിൻ്റെ ഫലമായി നേടിയ വിജയങ്ങൾ അളിയൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ തെളിവാണ്. ഈ കാലയളവിലെ അളിയൻ്റെ പരിശ്രമം, സമർപ്പണം, ആഗ്രഹങ്ങൾ, ഒപ്പം കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും നൽകിയ പ്രചോദനം അനായാസം ശ്രദ്ധേയമാണ്. ഇനിയും അങ്ങോട്ടുള്ള വിജയയാത്രയിൽ ഈ സന്ദേശം ഒരു പ്രചോദനമായിരിക്കട്ടെ. എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. ഒത്തിരി സ്നേഹത്തോടെ, വിജേഷ്. Heartily congratulations for completing 30 years of life in Saudi Arabia. Sadish Cheta, all the best. ഹായ് സതീഷേ, 30 വർഷത്തെ പ്രവാസി ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായതുപോലുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും ഇനിയും ഉണ്ടാകട്ടെ, മേൽക്കുമേൽ വർദ്ധിക്കട്ടെ. നിനക്കും കുടുംബത്തിനും എല്ലാവിധ ആശംസകൾ നേരുന്നു. ഇനിയും എത്രയോ വർഷം, 30 വർഷമോ 40 വർഷമോ എന്താണെന്ന് വെച്ചാൽ അത്രയും വർഷം നീണ്ട സുഖമായ ജീവിതം നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹായ്, അപ്പം 30 വർഷത്തെ പ്രവാസ ജീവിതം കംപ്ലീറ്റ് ചെയ്ത സതീശണ്ണന് 1000 ആശംസകൾ ആദ്യം തന്നെ നേരുന്നു. പിന്നെ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ പറ്റി ഒരു 2 വാക്കും കൂടി പറയാൻ തോന്നുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലിയെ ഒന്നിപ്പിക്കാൻ വേണ്ടി, എൻ്റെ കുടുംബത്തിൽ ഫാമിലിയെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം ആത്മാർത്ഥത കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഫോണിലൂടെ ആണെങ്കിലും എല്ലാവരെയും വിളിച്ച് സംസാരിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെല്ലാത്തിനും ഇടപെട്ട്
വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു രീതിയിലൊരു കുടുംബം എങ്ങനെയാണ് ഫസ്റ്റ് പ്രിഫറൻസ് കുടുംബത്തെ സംരക്ഷിക്കുക, അല്ലെ കുടുംബത്തെ നല്ല രീതിയിലാക്കി എല്ലാവരെയും തമ്മിലൊരു ബന്ധമുണ്ടാക്കിയെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തിയാണ് സതീഷ് അണ്ണൻ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ, അമ്മയും സതീശണ്ണനും പറഞ്ഞുള്ള എന്നെ കുഞ്ഞിനാളിൽ വളർത്തിയ സതീശണ്ണനാണെന്നും എടുത്തുകൊണ്ട് നടന്ന കഥയും ഒക്കെ പറയാറുണ്ട്. അതൊക്കെ ഒരു കോമഡി ആണെങ്കിലും സത്യത്തിൽ ഒരു കൊച്ചായിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയും വളർത്തുകയും ഒരുപാട് കഥകളുണ്ട് സതീശണ്ണന് പറയാനാണെങ്കിൽ. അങ്ങനെയൊക്കെ ചെയ്ത ഒരു ജ്യേഷ്ഠൻ. അപ്പം അദ്ദേഹം ഒരു 30 വർഷമായിട്ട് ഇപ്പം പ്രവാസ ജീവിതമാണ്. എന്നാണെങ്കിലും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പിന്നെ ഈ ഒരു വീഡിയോയുടെ സംഭവം ചെയ്യാൻ വേണ്ടി പാറു കാണിച്ച ഒരു ഇനിഷ്യേറ്റീവും നമ്മൾ പറയാതെ വയ്യ. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവൾ ഇതിൻ്റെ പിന്നാലെ ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ഹാർഡ് വർക്കിനും ഈ ഒരു അവസരത്തിൽ പറഞ്ഞില്ലേ പറഞ്ഞില്ല, ആ ഒരു അച്ഛനും മകളായിട്ട് ജനിച്ചതിന് പാറു നീയും ചെയ്തു പുണ്യം. ഓക്കെ, താങ്ക് യു. ഹായ് സതീഷണ്ണ. സൗദിയിൽ 30 വർഷം കംപ്ലീറ്റ് ചെയ്ത സതീഷണ്ണന് എൻ്റെ എല്ലാവിധ ആശംസകളും. ബെസ്റ്റ് ഓഫ് ലക്ക് സതീഷണ്ണ. All the best. Hi Shanisha Mama. All the best. ഒരു സന്തോഷ വാർത്ത അറിഞ്ഞ് ഇന്ന് 30 വർഷമാവുക സൗദി ചെന്നിട്ട്. പിന്നെ നല്ല സന്തോഷമുണ്ട് 30 വർഷമായെന്ന് അറിഞ്ഞതിൽ. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോനാണെങ്കിൽ ജോലിയില്ലാതെ 2 വർഷം വരെ ഇവിടെ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടി. അങ്ങനെ എൻ്റെ മോനെയും കൊണ്ടുപോയി ജോലി വാങ്ങിച്ചു കൊടുത്ത്. അതുകൊണ്ട് എൻ്റെ മോനിപ്പോൾ ശരിക്കും അവിടെ പൈസ ഒക്കെ ചിലവാക്കി അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. രണ്ടുപേരും രണ്ടിടത്താണെങ്കിൽ ഇന്നും കാണുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ സതീഷ് എന്ന് പറഞ്ഞ മോനെ ഒരുപാട് പിന്നെ പേരെ കൊണ്ടുപോയി ജോലി വാങ്ങിച്ചെടുക്കുകയും എല്ലാവർക്കും പിന്നെ അസുഖം വന്നാൽ അതിനൊക്കെ പൈസ ഇട്ട് കൊടുക്കും. അങ്ങനെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് നല്ലോണം അറിയാം. ഒത്തിരി സഹായങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. സുഖമില്ലാത്ത ആളുകൾക്ക് പൈസ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പിന്നെ വാങ്ങിച്ച് അയച്ചു കൊടുക്കും, അല്ലാതെ തനിയെ കൊടുക്കും. പിന്നെ അതിനേക്കാട്ടി സന്തോഷം പിന്നെ ഭാര്യയുടെയും പിള്ളേരുടെയും കൂടെ ഡാൻസ് കളിക്കുന്നതിനും പാട്ട് പാടുന്നതിനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഫേസ്ബുക്കിലും അങ്ങനെയൊക്കെ കണ്ട് ഞാൻ സന്തോഷിക്കാറുണ്ട്. അതിനൊക്കെ ബഹുമെടുക്കുന്ന ആൾ. ഇനി അതുപോലെ തന്നെ മുമ്പോട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നത് പോലെ തന്നെ സന്തോഷമായിട്ട് കുടുംബജീവിതം നയിക്കട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് മോൻ്റെ കാര്യത്തിൽ. മോൻ വിചാരിച്ചിട്ടാണ് എൻ്റെ മോൻ ഇപ്പോൾ അവിടെ സൗദിയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത്. അതിൽ ഇപ്പോൾ ഇന്ന് കേക്ക് കട്ടിങ് ഉണ്ടെന്ന് മുത്തുമോൾ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത്. കാണാനും അവിടെ നേരിട്ടൊന്ന് കാണണമെന്നുണ്ട്. കാണാനൊക്കെ അതിൽ വിഷമമുണ്ട്. പിന്നെ എല്ലാം പിന്നെ ഫോട്ടോ മോളിട്ട് വരുമല്ലോ, അങ്ങനെ ഞാൻ കണ്ട് സന്തോഷിച്ചോടെ. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഇനി അങ്ങോട്ടും നല്ല കുടുംബജീവിതം ഇതുപോലെ തന്നെ മുമ്പോട്ടും കൊണ്ടുപോകട്ടെ എന്ന് ആശംസകൾ. ഹലോ ഡിയർ അളിയൻസ്, കൺഗ്രാറ്റ്സ്. സതീഷ് അളിയനെ പറ്റി ഒരു 5-6 കൊല്ലം മുമ്പ് വരെയുള്ള നമ്മുടെ ഇമേജ് എന്തായിരുന്നു വെച്ചാൽ വർഷത്തിലൊരിക്കലൊക്കെ ആയിട്ട് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കുറേ ചോക്ലേറ്റ്സും പെർഫ്യൂംസ് അങ്ങനെ പല സാധനങ്ങൾ ആയിട്ട് നമ്മളെ കാണാൻ വരുന്ന ഒരു മനുഷ്യൻ. കാരണം അതിൽ കൂടുതൽ മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ മാത്രം പുള്ളി അവൈലബിൾ അല്ലായിരുന്നു നാട്ടിൽ. ബിക്കോസ് ലൈഫിൻ്റെ ഒരു 50% മുകളിലായിട്ട് സൗദി അറേബ്യയിലാണ്. ആൻഡ് ഈ വലിയ ജേർണി തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിൽ സതീഷ് അളിയൻ എന്തായിരുന്നു എന്ന്, അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും അതൊരു ചെറിയ അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് അതിനുവേണ്ടി എത്രത്തോളം എഫേർട്സ് ഇട്ടിട്ടുണ്ടാകുമെന്ന് മനസ്സിലാകുന്നത് നമ്മളും ഇവിടെ വന്ന് ജോബൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. സോ ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ്. പിന്നെ 30 വർഷം ആയതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഈ മണ്ണ് വിട്ട് തിരിച്ചു പോകാൻ വലിയ മനസ്സൊന്നുമില്ല എന്നറിയുന്നത് കൊണ്ട് പറയുന്നു. മനസ്സ് മടുക്കുവോളം ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഔദ്യോഗിക ജീവിതത്തിൽ 30 വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ സതീഷിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഈശ്വരൻ കൊണ്ടുതന്ന സഹോദര തുല്യനായ എന്നല്ല, അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയി എന്നേ ഉള്ളൂ. ഞങ്ങളുടെ കുടുംബത്തെ സ്വന്തം സഹോദരനെ പോലെ ആത്മാർത്ഥമായി എന്ത് കാര്യത്തിനും ഞങ്ങളെ ചേർത്ത് നിർത്തി ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ് സതീഷിൻ്റേത്. 2 മക്കൾ, മുത്ത്, പവി, അവർ എൻ്റെ മക്കളെ പോലെ തന്നെയാണ്. ഇവിടെ എൻ്റെ വീട്ടിൽ വളർന്ന മക്കളാണ് അവർ. പിന്നെ ഷീജയും അതുപോലെ തന്നെ എൻ്റെ ഒരു അനുജത്തിയെ പോലാണ്. എന്ത് കാര്യങ്ങളും എനിക്ക് എൻ്റെ ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി ഞാൻ പങ്കുവെക്കുന്ന എൻ്റെ അനുജത്തി. ഔദ്യോഗിക ജീവിതത്തിൽ 30 വർഷം പൂർത്തീകരിച്ച് എൻ്റെ സഹോദരന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ആയുസ്സും ആരോഗ്യവും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സതീശ്, ഗൾഫിലെ 30 വർഷത്തെ കഠിനാധ്വാനത്തിനും സമർപ്പണത്തിനും ജീവിത വിജയത്തിനും അഭിനന്ദനങ്ങൾ. സതീശിൻ്റെ ഓരോ വരവിലും
ഇവിടെ വീട്ടിൽ വന്ന് രാത്രിയുള്ള മേളവും അഭിനയവും കോമഡിയും എല്ലാം ഓരോ രസകരമായ ഓർമ്മകളാണ്. ഇടയ്ക്കൊക്കെ ഞങ്ങളത് ഓർക്കും. ഇഷ്ടം, സ്നേഹം. Hi Sadish, my hearty congratulations for your 30 years journey in your career. Okay, Gain, wish you all the success, my boy. ഹായ് സതീഷേ, 30 വർഷത്തെ പ്രവാസി ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായതുപോലുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും ഇനിയും ഉണ്ടാകട്ടെ, മേൽക്കുമേൽ വർദ്ധിക്കട്ടെ. നിനക്കും കുടുംബത്തിനും എല്ലാവിധ ആശംസകൾ നേരുന്നു. പിന്നെ ഇനിയും എത്രയോ വർഷം, 30 വർഷമോ 40 വർഷമോ എന്താണെന്ന് വെച്ചാൽ അത്രയും വർഷം നീണ്ട സുഖമായ ജീവിതം നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രവാസി ജീവിതത്തിൽ 30 വർഷം കഴിയുന്ന സതീഷ് മാമന്റെ ഈ മോളിറ്റയുടെ വക ഹൃദയം നിറഞ്ഞ ആശംസകൾ. എത്രയും പ്രിയപ്പെട്ട സതീഷ് അണ്ണന് പ്രവാസ ജീവിതത്തിൽ 30 വർഷം വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. സതീഷ് അണ്ണനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്നത്, നമ്മുടെ വീട്ടുകാരും മറ്റ് കുടുംബത്തിലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, വളരെയധികം കഷ്ടപ്പെട്ട് ഉയർച്ചയുടെ പടവുകൾ താണ്ടിയ ഒരു വ്യക്തിയാണ് സതീശനൻ. അതുകൊണ്ട് സതീശനൻ്റെ മുന്നോട്ടുള്ള ഇനിയും വരാനിരിക്കുന്ന വർഷങ്ങൾ ഇതിലും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു, ആശംസിച്ചുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു. ഹായ് സതീഷ് ചേട്ടാ. ഹായ്. അതെ, അപ്പോൾ സതീഷ് ചേട്ടനെ പറ്റി നല്ല 2 വാക്ക് പറയാനാണ് പാറു പറഞ്ഞേക്കുന്നത്. നല്ല 2 വാക്കിൽ ഒതുക്കാൻ പറ്റത്തില്ല അല്ലേ? അതെ, ഞാൻ സൗദിയിൽ വന്നിട്ടാണ് സതീഷ് ചേട്ടനെ പരിചയപ്പെടുന്നത്. അതിന് മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആദിഷ് പറഞ്ഞ് എനിക്കറിയാം, ബിക്കോസ് ആദിഷിന്റെ റിലേറ്റീവ് ആണ് സതീഷ് ചേട്ടൻ. ഞാൻ ഇവിടെ വന്നിട്ടാണ് പരിചയപ്പെടുന്നത്. പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും എനർജി ഉള്ള ഒരു മനുഷ്യൻ, ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ എനർജി ആയിട്ട് എല്ലാ കാര്യങ്ങളും ജിൽ 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 നിൽക്കുന്ന ഒരു പ്രത്യേകതരം ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് സതീഷ് ചേട്ടൻ എന്ന് പറയുന്നത്. ഇപ്പം അല്ലെ, എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പൊ ഓടി വരാൻ ഇവിടെ ഉള്ളത് നമ്മളുടെ ഒരു ഫാമിലി പോലെ ആയിട്ടുണ്ട് സതീഷ് ചേട്ടൻ. ആൻഡ് ചേച്ചി ആയാലും മാറു ആയാലും ഭവി ആയാലും എല്ലാവരും. സതീഷേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ സതീഷേട്ടനാണ് ഒരുപാടുണ്ടെന്നൊക്കെ. ഇല്ല, ഇവിടെ ഞാനിപ്പോ ഇരിക്കുന്നതിനും ആദിഷ് സൗദിയിൽ വരാൻ കാരണം സതീഷ് ചേട്ടനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതെ, ഈ നിമിഷമുള്ള എല്ലാ സന്തോഷത്തിനും, എല്ലാ ഈ ഒരു എല്ലാ ഐശ്വര്യത്തിനും, എല്ലാ സമ്പത്തിനും, എല്ലാത്തിനും കാരണം പറയാനാണെങ്കിൽ ചെറിയ വീഡിയോ ഉണ്ടെന്നും പറയാൻ പറ്റത്തില്ല. അതെ, ലോങ് വീഡിയോ നമ്മൾ ഷോർട്ടിലൊന്നും നിൽക്കത്തില്ല, വലിയ വലിയ വീഡിയോ വെക്കേണ്ടി വരും. ലവ് യു സതീഷ് ചേട്ടാ. അതെ, ലവ് യു സതീഷ് ചേട്ടാ. 30 വർഷം സതീഷ് ചേട്ടൻ കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പൊ അതിനെ പറ്റി എന്താ പറയുള്ളത്? 30 വർഷം എന്ന് പറഞ്ഞാൽ ഇനി ഒരു 30 വർഷം കൂടെ ഇവിടെ കാണണമെന്നാണ്. സതീഷ് ചേട്ടൻ നാട്ടിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ. എന്തിന്? സതീഷ് ചേട്ടൻ നാട് ഇതാണ്. സതീഷ് ചേട്ടൻ ഇവിടെ നിൽക്കാനാണ് ഇഷ്ടമെങ്കിൽ സതീഷ് ചേട്ടൻ ഇവിടെ നിൽക്കട്ടെ. സതീഷിന്റെ നാട്ടിൽ പോയി റെസ്റ്റ് എടുക്കണമെങ്കിൽ നാട്ടിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ അല്ലേ? എനിവേ, 30 വർഷം കംപ്ലീറ്റ് ചെയ്ത സതീഷ് ചേട്ടന് കാവ്യയുടെയും ആദിഷിന്റെയും വക ആശംസകൾ. താങ്ക് യു. ബൈ. Hi Sadisheta, congratulations on completing 30 years in Saudi Arabia. Your hard work and dedication over the years are truly inspiring. I wish you the continued success throughout the life with loads of love. Arathi. ഹായ് സതീഷേട്ടാ, പ്രവാസ ജീവിതത്തിൽ നീണ്ട 30 വർഷം വിജയകരമായി സന്തോഷത്തോടെ പൂർത്തിയാക്കിയ ഏറെ പ്രിയപ്പെട്ട സതീഷേട്ടന് ഈ അവസരത്തിൽ എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച് ടു ഈച്ച് വൺ ഓഫ് യു. പക്ഷേ ഈ വീഡിയോയിലുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇത്രയുള്ള ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ്. ഐ മേക്ക് ഷുവർ ടു ഇംപ്രൂവ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ആരുടെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും കൂടി കമൻറ്റ് ചെയ്യുക. താങ്ക് യു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. കരയുന്നു
ആ ബാഗ് അത് വായിച്ചു നോക്ക് സതീഷ്. അതെ കഴിഞ്ഞിട്ടില്ല വാ. കേക്ക് ഞാനിത് 30 വർഷം ഞാൻ കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കേക്ക് വെക്കണം. ഫ്രെയിം പറയാം. മാസ്റ്റർ പ്ലാൻ ഞാൻ രണ്ടുപേരുണ്ട് ഇവിടെ. ഇവർ രണ്ടുപേരാണ് ഇതിന്റെ മാസ്റ്റർ പ്ലാൻ. സീരിയസ്ലി ഒരു ചടങ്ങോട്ടുണ്ട് ശരിക്കും റിയാലിറ്റി ശിവശക്തി നിന്റെ പണി പോയാൽ ഒരാഴ്ച കൊണ്ടുണ്ടേട്ടാ ഇവരെ. അവിടെ നിന്ന് വിളിക്കാൻ പറ്റും ഫോണിൽ. 30 വർഷം സതീഷ് നിന്റെ കുടുംബത്തിൽ